ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് എങ്ങോട്ടാ പോകുന്നേ? നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഞങ്ങളിന്ന് ആഴിമലയ്ക്കാണ് പോകുന്നത്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കിട്ടുന്നത് ഗൈസ്. ഫുള്ള് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടാളും സാരിയിലാണ്. അപ്പോൾ അതെ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ വ്ളോഗിലെ പോലെ അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആക്റ്റീവ് ആവുമായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ബസ് കാത്തിരിക്കുവാണ്. നല്ല മഴക്കോളുണ്ട് ഗൈസ്. എന്താവും എന്നറിയത്തില്ല. മിക്കവാറും സാരിയൊക്കെ മുങ്ങുന്നാ തോന്നുന്നു വെള്ളത്തിൽ. അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ ഞങ്ങൾ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഞങ്ങളുടെ കൂടെ ഇന്ന് അഴിമലയ്ക്ക് വേറെ 2 പുതിയ ആൾക്കാരുണ്ട്. അവർക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ല അത്ര. പിന്നെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ തവണ വ്ളോഗിലുണ്ടായിരുന്ന ആ സമൃദ്ധയില്ല, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം ആ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നിട്ടും ബസ്സൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ നടന്ന് വേറൊരു ബസ് സ്റ്റോപ്പിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യം നിന്നും ബസ് സ്റ്റോപ്പിൽ വേറൊരു എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടിയില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും എത്തുക. അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ നേരെ കിഴക്കേക്കോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ കിഴക്കേക്കോട്ട് എത്തിയിരിക്കുകയാണ്. വണ്ടി വെയിറ്റ് ചെയ്ത് പണിയില്ല. കുറേ നേരമായിട്ട് ഇപ്പോൾ വരുമ്പോൾ നടന്നിട്ടുണ്ട്. പോകാൻ ബസ് അങ്ങനെ ബസ്സിൽ കൊടുക്കത്തെ തിരക്കായിരുന്നു. അവസാനം നമ്മള് സ്ഥലത്തെത്തി. ഫൈനലി ഞങ്ങൾ അഴിമല എത്താറായി ഗൈസ്. അയ്യോ കുറച്ച് നടക്കാനുണ്ട്. ഭയങ്കര തിരക്കൊക്കെ ഒറ്റ ബസ് അല്ല കിട്ടി. മാത്രമല്ല ബസ്സിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. വയ്യ കുഴഞ്ഞു മൊത്തത്തിൽ. ഇവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു കുറച്ച് വിട്ടാന്ന്. അയ്യോ ഓക്കെ ബൈ ഗൈസ്. കാണാം, അമ്പലം എത്തിയിട്ട് കാണാം. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് അത്യാവശ്യം കുറച്ചു നേരം നടക്കണ്ടായിരുന്നു. പിന്നെ വൃശ്ചിക മാസമായിട്ട് പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പോകുന്ന വഴിക്കും അമ്പലത്തിന്റെ അടുത്തൊക്കെ. നമ്മൾ ഫൈനലി ഇവിടെ നല്ല തിരക്കുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് അഴിമലക്കുണ്ട്. നമ്മൾ ഫൈനലി എത്തി ഗൈസ്. അമ്പലത്തിലൊക്കെ എത്തി തൊഴുത് ഞങ്ങൾ നേരെ ശിവന്റെ സ്റ്റാച്ചുവിന്റെ അടുത്ത് വന്നു. പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. അവിടെ നമുക്ക് ബീച്ച് കാണാം, പക്ഷെ ഇറങ്ങാൻ വേറെ വഴി പോകണം. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വന്നു. സ്റ്റാച്ചുവിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ബീച്ചിലോട്ട് പോയി. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇവിടെ ഏത് ബീച്ചിലാണ്? അഴീക്കൽ ആഴിമല ബീച്ചിലാണ് ഗായ്സ്. ഞങ്ങളിപ്പോൾ എവിടെയാ? സ്ഥലം പറഞ്ഞേ. അഴിമല ബീച്ചിൽ നിൽക്കുകയുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സൺസെറ്റ് ഒക്കെ ആയെങ്കിലും കൊള്ളാം കേട്ടോ. ഇവിടുന്ന് ഇനി എത്ര മണിക്കാണ് ബസ്? 6:30 ആ സമയമാകുമ്പോഴത്തേക്ക് മിക്കവാറും കുറച്ച് ലെങ്തേ ഉണ്ടാവുള്ളൂ. കുറേയൊക്കെ ഞങ്ങൾക്ക് മിസ്സായി എടുക്കാൻ പറ്റില്ല. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. പക്ഷെ കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇവർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ശിവന്റെ. അടിപൊളിയാണ്. ഞങ്ങൾ ഒന്നുകൂടെ കാണിച്ചു. ഇവിടുന്ന് ബാക്ക് സൈഡ് വ്യൂ കാണിച്ചു. എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് കാണുന്നതിനേക്കാളും ഒരുപാട് തിരക്കായിരുന്നു അമ്പലത്തിനകത്ത്. ആ സ്റ്റാച്ചുവിന്റെ അടുത്ത് നിന്നുള്ളൊക്കെ ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിലും കൂടി ആയിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിക്കാൻ തോന്നില്ല. ഇപ്പോൾ ഇവിടെ ബീച്ചിൽ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വ്ളോഗ് എടുക്കുന്നത്. ഞങ്ങൾ വ്ളോഗേഴ്സ് ആണെങ്കിലും കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ഉള്ള കുട്ടികളായിരുന്നു. കടലിലിറങ്ങിയിട്ടുള്ള കുറച്ച് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു. 2000 years later. കുറേ നേരം കടലിലിറങ്ങി കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ചു. പിന്നെ കറക്റ്റായിട്ട് ഞങ്ങൾ പിക്കിന് പോസ് ചെയ്യുമ്പോൾ തിരമല അങ്ങോട്ട് എടുത്തിട്ട് വരുന്നില്ലേ. പിന്നെ അതിന് വേണ്ടിയിട്ട് അവിടെ സോന കടലമ്മ കല്ലിന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം വന്നു. അതെ, ഇപ്പം ചത്തേനെ കഴിച്ച് ഞങ്ങൾ ഫോണിൽ നോക്കിയിട്ട് നടന്നതാണ്. കടലിലിറങ്ങി ഇപ്പം ചത്തേനെ. ഇനി നമ്മൾ കയറുന്ന വ്യൂ കാണിച്ചു കൊടുക്കും. കുറേ നേരം കടലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ തിരികെ കയറാൻ പോവാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ മേളിൽ കയറി. അവിടെ അടുത്ത കടയിൽ നിന്ന് കടച്ചക്ക ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി. പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ട് നേരെ മേളിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു കയറുന്ന ടൈം അവിടെ അമ്പലത്തിൽ ദീപാരാധനയൊക്കെ നടക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ കയറിയൊന്നുമില്ല. ഓൾറെഡി എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് മുകളിൽ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. അവിടെ കുറേ നേരം കാത്തുനിന്നു.
ബസ് കിട്ടിയിട്ട് കാണാം. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബസ്സൊക്കെ വന്നു. അങ്ങനെ ബസ്സിൽ കയറി. ഡയറക്റ്റ് ബസ്സായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി നേരെ കിഴക്കേക്കോട്ടേക്കാണ്. ഇപ്പം ഞങ്ങൾ ബസ്സിലിരുന്നപ്പോൾ ഒരു എയ്റോപ്ലെയിൻ പോകുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ക്ലിപ്പ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ കറക്റ്റായിട്ട് ക്യാമറ കണക്കി വന്നപ്പോഴത്തേക്ക് ആ പ്ലെയിൻ അതിൻ്റെ പാട് നോക്കിപ്പോയത്. പിന്നെ അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ ബസ്സിലൊക്കെ ഇരുന്ന് നല്ല ലാഗിങ് ഉണ്ടായിരുന്നു ബസ്സിൽ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കിഴക്കേക്കോട്ട എത്തി. ഞങ്ങളിപ്പോൾ എവിടെയാ? ഞങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല, പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തായതുകൊണ്ടും ഹോസ്റ്റലിൻ്റെ അടുത്തായതുകൊണ്ടും താമസിച്ചത് കൊണ്ടും അതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വെറുതെ എന്തായാലും സാരി എടുത്തേക്കില്ലേ, രണ്ടുമൂന്ന് പിക്സ് കിട്ടുവാണെങ്കിൽ എടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങാൻ നിന്നപ്പോഴായിരുന്നു കറക്റ്റ് അവിടെ 8 മണിയാവാറായുണ്ട്. അവിടെ ഒരു ഫേമസ് ക്ലോക്ക് ഉണ്ട് കഴിച്ചു, എൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ 8 മണിയാവാറായിരുന്നു. അപ്പോൾ അവിടെ മറ്റേ അതിലൊരു 2 ആടുണ്ട്, അത് വന്നിട്ട് ഇങ്ങനെ കയറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അത് കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇപ്പം ഇവിടെ മറ്റേ മണി അടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നമുക്കും അറിയത്തില്ല. ഞാൻ കണ്ടു, പുള്ളിക്കൊരു ചേഞ്ച് വരുന്ന കണ്ടു. ഞാൻ കണ്ടില്ല, വേറെ എന്തോ പോലെ ആയ പോലെ. എന്തായാലും ഞങ്ങളിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്. പ്രത്യേകിച്ച് ഞങ്ങൾ കയറിയൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇവിടെ ഇറങ്ങിയപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങളുടെ ബസ് വന്നു ഗൈസ്. ഞങ്ങൾ പോട്ടെ, ബൈ. അങ്ങനെ കറക്റ്റ് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തോട്ടുള്ള ബസ് എത്തി. അങ്ങനെ അതിനകത്ത് കയറി ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് വരാം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാണെന്നറിയോ, നമ്മുടെ കേരള നിയമസഭയാണ്, അതിൻ്റെ ഫ്രണ്ട് കൂടെയാണ് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വരുന്നത്. അങ്ങനെ സ്റ്റോപ്പിലിറങ്ങി ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് നടക്കുകയാണ്. അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു വൈൻഡപ്പ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.